വണ്ടിനെയും പുഴുവിനെയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുന്നൊരു മനുഷ്യനെ കാണണ്ടേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര സന്തോഷത്തോടെയാണ് അതൊക്കെ വാരി തിന്നുന്നതെന്ന് നോക്കേ. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട്. മാർക്കറ്റല്ല, ഒരു ഫുഡ് കേന്ദ്രം. അങ്ങനെ അങ്ങോട്ട് പോയി. കണ്ടോ നല്ല വെറൈറ്റി ഇതാ പച്ചക്കേക്ക് വെച്ചേക്കുന്നുണ്ടോ. അങ്ങനെ അതിനെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അടുത്താണെങ്കിലും ഇതുവരെയും പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാണ്ട നല്ല വെറൈറ്റി ആയിട്ടുള്ള ആദ്യത്തെ സംഭവം ഇതാണ് കേട്ടോ, നമ്മുടെ വണ്ടും. ഇതെന്ന് വെച്ചാൽ നമുക്ക് അത് വെറൈറ്റിയാണ്, പക്ഷേ ഇവർക്ക് അങ്ങനൊന്നുമില്ല. ഏത് മാർക്കറ്റിൽ ചെന്നാലും ഇത് കാണും കേട്ടോ. അപ്പം ഇതാ കണ്ടോ, പുൽച്ചാടി, വണ്ട്, പുഴു എല്ലാവരും ഇങ്ങനെ പാത്രം നിറഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കറുമുറ തിന്നാൻ പറ്റും. അങ്ങനെ വേണ്ട ആ ഉണ്ടളപ്പുഴുവിൻ്റെ വലുതവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ സ്റ്റോക്ക് തീർന്നേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കവർ മേടിക്കുന്നതിന് 40 ബാത്താണ് കൊടുത്തിരിക്കുന്നത്. 40 ബാത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 180 രൂപ പുറത്ത് പോകും. അങ്ങനെ ചേട്ടായി ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണ്ട ഞങ്ങൾക്കറിയാവുന്ന മുറി തായിലൊക്കെ സംസാരിച്ച് എല്ലാം കൂടെ കുറച്ച് മാത്രം മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട ഒരു ഇത്തിരി എടുത്താൽ മതി എന്ന് പറഞ്ഞു ഒരു കവറിൽ. പക്ഷേ അവർക്ക് ലാഭമാണ് കേട്ടോ, നമുക്കത് നഷ്ടമായിരുന്നു. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി മേടിച്ചു. വേണ്ട പുഴുണ്ട്, വണ്ട് എല്ലാത്തിനെയും കുറേശ്ശെ കോരി വെച്ച് തരികയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന എന്താ റൂമിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടുന്ന സാധനങ്ങൾ തന്നെ, അതെല്ലാം അവർ വറുത്ത് കോരി വെച്ചിരിക്കുക. കറുമുറ തിന്നാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചു. ഇതാ കണ്ടോ, ആദ്യം തന്നെ പുഴുവിനെ എന്തിനെയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇത് ശരിക്കും കാണുന്നത്. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് നോക്കുന്നില്ലായിരുന്നു. കണ്ടോ ആ സന്തോഷം നോക്കി. ചീവീടാണെന്ന് പറഞ്ഞാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ എന്താണ് വറുത്ത് കഴിക്കുമല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഉണക്ക ചെമ്മീനൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഇത് കണ്ടോ നമ്മുടെ കുഞ്ഞുണ്ടള പുഴുവ. നാട്ടിലൊക്കെ വെച്ച് ഫുഡിനൊക്കെ പ്രത്യേകം മെനു ഒക്കെ ഉള്ള ആളായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം തകർന്നു. ഇതിൽ ഏറ്റവും വലുതായിട്ട് കണ്ടൊരു പുൽച്ചാടി ഇതായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട് അതിന്. അങ്ങനെ വേണ്ട അതും എടുത്ത് കഴിക്കുകയാണ്, കറക്കി കാണിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. നമുക്കതൊന്നും കാണാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും നടന്നു. നമുക്ക് പറ്റിയ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. അതായത് കണ്ടോ ചിക്കൻ്റെ പാദമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പോയത് പിന്നെ ഒരു ഐസ്ക്രീം മേക്കിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ റോൾ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ സംഭവം. അപ്പം നമ്മളൊരു മാംഗോടെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവരെ നിന്നൊരു പ്രോഡക്റ്റ് മേടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാവുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ വലിയ ഷുഗർ കഴിക്കുന്ന ആളുകളല്ല കേട്ടോ. അത് കണ്ടോ, ആ മാംഗോയുടെ പൾപ്പ് ആ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കും. അങ്ങനെ പിന്നെ അതിൽ ഈ ഐസും അതും കൂടെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ പൊടിയായിട്ട് നമ്മൾ ആ റോൾ ഐസ്ക്രീം കാണുന്ന കണക്ക് തന്നെ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ്. അങ്ങനെ ഒരുപാട് ആളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ ആ ഗ്ലാസ് പോലത്തെ ഇതിലിങ്ങനെ നിറഞ്ഞ് വരുന്നത്, ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വരും. നല്ല ഭംഗി വരുന്നത് കാണാൻ. ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. ആളുകൾ ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. ആ ഒരാൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ കണ്ടോ ഞങ്ങളുടെ ഐസ്ക്രീമെല്ലാം സെറ്റ് ചെയ്ത് തരികയാണ് ആൾ. ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്, അവരുടെ ജോലിക്ക് പുറമേ എന്തെങ്കിലും ബിസിനസ് കാണും. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഞാൻ അധികം മധുരം കഴിക്കത്തില്ല, എന്നാലും പിന്നെ എന്തായാലും മേടിച്ചല്ലേ കഴിക്കാമെന്നുള്ള ഇതിൽ കഴിച്ചു. അങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂ, ഞാൻ വീട്ടിലൊന്നും നിൽക്കുമ്പോൾ കഴിക്കത്തേയില്ല മധുരം. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഇതാ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് ഫുഡ് എവിടെ നിന്ന് വേണമെങ്കിലും മേടിച്ച് അവിടെ പോയിരുന്ന് കഴിക്കാൻ. കണ്ടോ എന്തോരം ആളുകളാണെന്നറിയാം. ഇവർ ഒരുപാട് പേര് നമ്മളെ നാട്ടിലെ പോലെയല്ല, എല്ലാവരും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ കണ്ട എന്തൊക്കെയോ ഇട്ട് ഇളക്കുന്നുണ്ട്. നല്ല പുകയും ചൂടും ഒക്കെ ഉണ്ട്. ഇതാ കണ്ടോ സംഭവം എന്ന് വെച്ചാൽ അവരൊരു ഓംലെറ്റ് പോലത്തെയാണ്. ഓംലെറ്റാണത്. എന്തൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഇത്തിരി നേരം നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ പുതിയതുണ്ടാക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ ആദ്യം തൊട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തായാലും മേടിക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഞങ്ങൾക്കൊരെണ്ണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒഴിക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു മാവ് പോലും ഇങ്ങനെ ഒഴിക്കും, നല്ല ഓയിലിയാണ്. ആ മാവ് ഒഴിച്ചിട്ട് അതിൽ മുട്ടയും കണവ, കൊഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ഈ കല്ലുമ്മക്ക ഇതെല്ലാം കൂടെ അരിഞ്ഞ് അത് ഇട്ടേക്കാണ്. എന്നിട്ട് ആ വേവിച്ചെടുക്കുന്നത് തന്നെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ മുളപ്പിച്ച് എന്തോ ഒരു ചെടി അതും കൂടെ ഇടുന്നുണ്ട്, അതിൻ്റെ തണ്ട് ഇടുന്നുണ്ട്. നമ്മുടെ ഈ പയറൊക്കെ മുളച്ച് വരുന്ന കണക്കുള്ള എന്തോ തണ്ട്, അത് നല്ലതായിരുന്നു കഴിക്കാൻ. അങ്ങനെ താണ്ട നമുക്ക് പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി തരും. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് വന്ന ടേസ്റ്റൊക്കെ പറയാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് താണ്ട പൊതിഞ്ഞ് തരികയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ആ പഴയ കണ്ട സ്ഥലത്ത് അവിടെ പോയിരുന്നു.
ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കഴിക്കാനായിട്ട്. സ്റ്റിക്കൊക്കെയാണ് തന്നത്. എനിക്ക് ആ സ്റ്റിക്ക് വെച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വീഡിയോ എടുക്കണമല്ലോ, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാണ്ടല്ലോ അത് കഴിക്കാനെല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ കഴിച്ചപ്പോൾ ആ കല്ലുമ്മക്കായ എടുത്ത് ചവച്ചപ്പോഴത്തേക്കും ഭയങ്കര കയ്പ്പായിരുന്നു. ഞാൻ അത് മാത്രം തുപ്പി, എനിക്കത് മാത്രം കഴിക്കാൻ പറ്റിയില്ല, അല്ലാതെ കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ്ടോ ഞങ്ങൾ നടന്നു വന്ന് അതൊക്കെ കഴിച്ചിട്ട് ഇതാ കണ്ടോ ചെമ്മീനിട്ടിങ്ങനെ കുഞ്ഞ് കൊഞ്ചാണ് കേട്ടോ. അത് കണ്ടോ അതുപോലെ വറുത്തങ്ങോട്ട് തരും കഴിക്കാനായിട്ട്. കണ്ടോ വറുത്ത് വെച്ചിരിക്കണം, പക്ഷെ നമ്മൾ മേടിച്ചില്ല. ഇത് കണ്ടോ ഇതൊരു ദോശ പോലെ ഉണ്ട്. അയാൾ ആ മാവ് ഇങ്ങനെ ഉരുട്ടി അത് ആക്കും. നല്ല സ്വീറ്റാണ്. ഞങ്ങളത് ചോദിച്ചു. അപ്പോൾ ഒരു സ്മോൾ മേടിക്കാമെന്ന് കരുതി. പക്ഷെ അവരത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ, ആ പഞ്ഞിമുട്ടായി പോലൊരു നീണ്ട സാധനം ഇതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ റോളായിട്ട് കഴിക്കണം കേട്ടോ. ഭയങ്കര സ്വീറ്റാണ്. ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നു. ഞങ്ങളൊരു സ്മോൾ മേടിച്ചു, പക്ഷെ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ അതൊരു അമ്മയ്ക്ക് കൊടുത്തു. അവിടെ വഴിയേരിയിലിരുന്ന ഒരു അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. ഒരുപാട് സ്വീറ്റ് നമ്മൾ കൊണ്ടുപോയാലും കഴിക്കില്ല. ഇത് നമ്മളെ നാട്ടിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടേട്ടോ അവക്കാഡോ ഇങ്ങനെ നീണ്ടിരിക്കുന്ന അവക്കാഡോ. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളും 2-3 മേടിച്ചു. പിന്നെ ഒരു ചിക്കൻ്റെ സെക്ഷനായിരുന്നു. അവിടെ എല്ലാം ഫ്രൈഡായിട്ട് വെച്ചിരിക്കുകയാണ്. ചിക്കനുണ്ട്, ഡക്കുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു പീസ് മാത്രം മേടിച്ചു. ടേസ്റ്റ് എങ്ങനെയാണ്, വെറൈറ്റി ആണോ എന്നറിയാൻ വേണ്ടി മേടിച്ചു. അപ്പം എല്ലാവർക്കും ബൈ ബൈ.